നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും 2 താരങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്രൂയിന, ലിവർപൂളിൻ്റെ മുഹമ്മദ് സലാ എന്നിവരാണ് ഈ ഒരു 2 സൂപ്പർ താരങ്ങൾ. ഈ 2 താരങ്ങളും സൗദി അറേബ്യയിലേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് പൂർണ്ണമായും അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പരമാവധി ശ്രമങ്ങൾ അവർ നടത്തും. കഴിഞ്ഞ സമ്മറിൽ തന്നെ മുഹമ്മദ് സലാക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ അൽ ഇത്തിഹാദ് നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോവുകയായിരുന്നു. മുൻ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ആയിരുന്ന പോൾ റോബിൻസൺ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എക്സ്പേർട്ട് കൂടിയാണ്. സലാ സൗദി അറേബ്യയിലേക്ക് ചേക്കേറും എന്നുള്ളത് ഇദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലവും സൗദി അറേബ്യക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആശ്രയിക്കാൻ സാധിക്കില്ലെന്നും സലാ സൗദിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിന്തള്ളുമെന്നും റോബിൻസൺ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം സലായും സൗദിയും തമ്മിലുള്ള ഡീൽ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം വ്യക്തിഗതമായി അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത അവിടെയുണ്ട്. മതപരമായ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാണ്. അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിൽ എത്തിയാൽ ഒരു ഐക്കണായിക്കൊണ്ട് മാറും. സൗദിക്ക് എല്ലാ കാലവും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല. കാരണം എക്കാലവും ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ഉണ്ടാകില്ലല്ലോ. സലാത്ത് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും റൊണാൾഡോയെ അദ്ദേഹം മറികടക്കും. കൂടുതൽ വരുമാനം സൗദി ലീഗിന് ലഭിക്കും. സലായെ സ്വന്തമാക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും തന്നെ വലിയ ഒരു ഡീലാണ് അവിടെ നടക്കുക. ഇതാണ് റോബിൻസൺ ഇപ്പോൾ മുഹമ്മദ് സലായുടെ ആ ഒരു ട്രാൻസ്ഫർ പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സമ്മറിൽ തന്നെ റെക്കോർഡ് തുക താരത്തിന് വേണ്ടി അൽ ഇത്തിഹാദ് ലിവർപൂളിന് ഓഫർ ചെയ്തിരുന്നു. എന്നാൽ ലിവർപൂൾ അത് നിരസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ അതിനേക്കാൾ വലിയ ഒരു തുക അൽ ഇത്തിഹാദ് അതല്ലെങ്കിൽ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ വാഗ്ദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. സലാക്കും സൗദിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.